ഹലോ. അപ്പോൾ നമുക്കിന്ന് മങ്കൂസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മങ്കൂസ് കളിക്കാൻ കുറേ പേർക്ക് കളിക്കാൻ പറ്റും. ഇപ്പം ഇന്ന് നമ്മൾ 2 പേരായിട്ട് കളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഡസൻ ചീട്ട് വേണം നമുക്ക്. അപ്പോൾ അത് 2 പേർക്കായിട്ട് വീതിച്ചിടണം നമ്മൾ. അപ്പോൾ ഞാനത് വീതിച്ചിടുകയാണ്. അതിനുശേഷം ചീട്ട് വിളമ്പി കഴിഞ്ഞു. ഇനി 2 പേർക്കും ഒരു ഓപ്പൺ കാർഡ് വേണം വെക്കാൻ. 2 പേരും വെച്ചിട്ടുണ്ട്. അതിനുശേഷം 10ൻ്റെ മുകളിൽ അതിനേക്കാൾ വലിയ ചിഹ്നം, അതായത് ജെ, ക്യു, കെ, ആ ചിഹ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ജെ ആണ്, ഇവിടെ ഇരിക്കുന്നത് 10ആണ്. അപ്പോൾ നമുക്ക് ആ ജെ അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ ക്യൂവും കെയും മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മളവിടെ ചിഹ്നം നോക്കുന്നില്ല, ചിഹ്നം അവിടെ മാറ്റർ അല്ല. പിന്നെ ഇതിൻ്റെ നടുക്ക് നമുക്ക് വലിച്ച് ആസുകൾ കിട്ടും 4 ചിഹ്നത്തിൻ്റെയും. അത് നടുക്ക് നമ്മൾ നിരത്തി വയ്ക്കും. അതിൻ്റെ മുകളിൽ കറക്റ്റ് ചിഹ്നത്തിൻ്റെ 2, 3 അങ്ങനെ കെ വരെ എത്തിക്കണം. അതാണ് അവസാനം ഈ മൊത്തം ചീട്ട് തീരുന്ന ആളാണ് ജയിക്കുന്നത്. അപ്പോൾ ദേ ക്യൂ വന്നു. ക്യൂ ഇനി ആ ജെയുടെ മുകളിൽ വെക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ക്യൂ വെക്കും. ഇനിയിപ്പോൾ അത് വെച്ചില്ലാണ്ട് നമ്മൾ നമ്മുടെ മറ്റേ മടങ്ങിയിരിക്കുന്ന കാർഡുകൾ ജസ്റ്റ് തൊട്ടാൽ തന്നെ നമുക്ക് മങ്കൂസ് വിളിക്കാവുന്നതാണ്. മങ്കൂസ് വിളിച്ച് കഴിയുമ്പോൾ മറ്റാളുടെ കയ്യിലിരിക്കുന്ന ചീട്ട് താഴെ ഏതെങ്കിലും ഒരു ചീട്ട് എടുത്ത് നമ്മുടെ ചീട്ടിൻ്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മൾ വലിച്ച് തീരുന്ന ആളാണ് ഇത് ജയിക്കുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കളിയാണ്, പിന്നെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ദേ ഇങ്ങനെയാണ് ആസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. ഇപ്പോൾ ദേ ക്ലാവറിൻ്റെ അതിനകത്ത് 3 വരെ എത്തി, ലവിൻ്റെ ഇതിനകത്ത് 2 വരെ എത്തി. അങ്ങനെയാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. നടുക്ക് ചെറുതീന്ന് വലുതിലേക്കും മറ്റേ വശത്ത് നമ്മൾ വലുതിലേക്കാണ് തുടക്കമേ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഡിസെൻഡിങ്ങും ഇത് അസെൻഡിങ്ങും അങ്ങനെയുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.